بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صدق الله العلي العظيم. ആദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യരായ പ്രസിഡന്റ് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവറുകൾ, സയ്യിദ് അലി ബാഫഖ് തങ്ങൾ, ബദ്റുസാദാത്ത് തങ്ങൾ മുതൽക്കുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, നേതാക്കൾ, പ്രിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ യുവാക്കൾ, പ്രവർത്തകർ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാ, കേരള യുവജന സമ്മേളനം സമാപിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ ഘടകങ്ങൾ, കീഴ്ഘടകങ്ങൾ പലതും സസന്തോഷം ഇതുവരെ നടത്തിയ സേവന പ്രവർത്തനങ്ങളും പ്രാസ്ഥാനിക പ്രവർത്തനങ്ങളും അയവിറക്കി ഓരോ സമ്മേളനങ്ങൾ, വിവിധ പരിപാടികളിലൂടെ നടത്തി മുന്നേറുകയാണ്. SSFൻ്റെ സമ്മേളനം കഴിഞ്ഞ വർഷം കഴിഞ്ഞു. SYSൻ്റെ 70-ാം വാർഷികം ഇപ്പോൾ സമാപിക്കാൻ പോകുന്നു. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ധാരാളം സമ്മേളനങ്ങളും പദ്ധതികളും വരുന്നു. ശേഷം അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക മഹാസമ്മേളനം നടക്കാൻ പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വ നേതാക്കൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും എല്ലാ വിഷയങ്ങളിലും തൗഫീഖ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി അറഫയിലും മിനയിലുമൊക്കെ സംഘടിച്ച് തിരിച്ചു പോകുമ്പോൾ അള്ളാഹു നൽകിയ ഒരു ഉപദേശം ഓർമ്മപ്പെടുത്തുകയാണ്. ഫൈദാ ഖളൈതും മനാസികക്കും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റാ. നിങ്ങൾ ഈ പുണ്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്നവരാകണം. നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളെ അനുസ്മരിക്കുന്നവരാണ്. അതിനേക്കാളെല്ലാം എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവരാകണം. ഫമിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ജനങ്ങളിൽ ഒരു ടീമുണ്ട്, അവരെപ്പോഴും ഭൗതികമായ വിഷയങ്ങളാണ് പടച്ചവനോട് ചോദിക്കുന്നത്. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അവർക്ക് പാരത്രിക ലോകത്തിൽ ഒരു ഖൈറും ലഭിക്കാൻ പോകുന്നില്ല.
അതിനർത്ഥം ഭൗതികമായ ഉയർച്ചയോ ഭൗതികമായ വിഷയങ്ങളിലുള്ള ചിന്തയോ വേണ്ടതില്ല എന്നല്ല. അടുത്ത ആയത്തിൽ അതാണ് റബ്ബ് പഠിപ്പിക്കുന്നു, വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ട്, അവരുടെ പ്രാർത്ഥന, ഞങ്ങളുടെ നാഥ ദുനിയാവിൽ നീ നന്മ നൽകണം. പക്ഷേ ദുനിയാവിൽ മാത്രം പോരാ, ദുനിയാവ് താൽക്കാലികമാണ്, പാരത്രിക ലോകത്തേക്കുള്ള യാത്രയാണ്. അതിനാൽ ലഹിയൽ ഹൈവാൻ, യഥാർത്ഥ ജീവിതം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ പാരത്രിക ലോകം മറന്നുകൊണ്ടുള്ള ഭൗതികമായ നന്മകൾ പോരാ. വഫിൽ ആഖിറതി ഹസന, പാരത്രിക ലോകത്തിലും ഞങ്ങൾക്ക് നന്മ നൽകണം. വഖിനാ അദാബന്നാർ, നീ സ്വർഗവും നരകവും സൃഷ്ടിച്ചിട്ടുണ്ട്. നരകത്തിൻ്റെ ശിക്ഷ താങ്ങാൻ കഴിയുന്നതല്ല, അതിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് വലിയ പ്രതിഫലവും അല്ലാഹു വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. നാം നല്ലവരായി ജീവിക്കുന്നവരാകണം. നമ്മുടെ ജീവിതത്തിലൂടെ പാരത്രിക ലോകം സമ്പാദിക്കാൻ നമുക്ക് കഴിയണം. ഈ ഭൗതിക ലോകത്ത് എല്ലാ നന്മകളിലും നമ്മൾ ഭാഗവാക്കാകണം. നമുക്ക് അല്ലാഹുവിനോട് കടപ്പാടുണ്ട്, ജനങ്ങളോട് കടപ്പാടുണ്ട്, സമൂഹത്തോട് കടപ്പാടുണ്ട്, രാഷ്ട്രത്തോട് കടപ്പാടുണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളോടും കടപ്പാടുണ്ട്. ആ കടപ്പാടുകളെല്ലാം പരിപൂർണമായും നിർവഹിക്കുന്നവരാകണം. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് തകുൻ മുസ്ലിമൻ. മനുഷ്യർക്ക് നിന്റെ സ്വന്തത്തിൽ ഇഷ്ടപ്പെടുന്നത് നീ ഇഷ്ടപ്പെടണം, അപ്പോൾ നിനക്കൊരു മുസ്ലിമാകാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവന. നാം അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാകണം. നമ്മുടെ വഖഫ് മന്ത്രി അബ്ദുറഹ്മാൻ സാഹിബ് നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. സ്വാഗതം. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏറ്റവും വലിയ ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട സംഘടനയാണ്. ഏറ്റവും വലിയ ഉപകാരം ഇസ്ലാം മതം വിശ്വസിക്കുന്ന ആളുകളെ ഇസ്ലാമിൽ അടിയുറപ്പിച്ച് നിർത്തി അവരുടെ ഈമാൻ സംരക്ഷിച്ച് ഈമാനോടെ മരിക്കാനുള്ള സംവിധാനം ചെയ്യുക എന്നതാണ്. അതിനേക്കാൾ വലിയൊരു ഉപകാരം വേറെ ഒന്നും ചെയ്യാനില്ല. അതേസമയം ബഹുസ്വര രാജ്യമായ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വർഗീയതയില്ലാതെ, തീവ്രവാദം വളരാതെ, ഭീകരവാദമുണ്ടാകാതെ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം പോലെ മനുഷ്യപ്പറ്റ്, മാനവികത മുന്നിൽ വെച്ചുകൊണ്ട് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം, ആ നിലക്ക് ഏറ്റവും നല്ല ആശയങ്ങൾ സമൂഹത്തിന് നൽകാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകി വരുന്നവരാണ് നമ്മുടെ നേതാക്കൾ. അല്ലാഹു സുൽത്താനുൽ ഉലമയടക്കമുള്ള നമ്മുടെ നേതാക്കൾക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകുമാറാകട്ടെ. വിശ്വാസം സംശുദ്ധമാകണം, എങ്കിൽ മാത്രമേ അല്ലാഹുവിൻ്റെ പ്രീതി നമുക്ക് ലഭിക്കുകയുള്ളൂ.
ഖുർആൻ പറഞ്ഞില്ലേ, ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. നിങ്ങൾ കിഴക്കോ പടിഞ്ഞാറോ നിങ്ങളുടെ മുഖവും ശരീരവും തിരിക്കുന്നതല്ല പുണ്യം. വലാകിന്നൽ ബിർറ, ശരിയായ പുണ്യം, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. അല്ലാഹുവിൽ ശരിയായ വിശ്വാസം. അല്ലാഹുവിനെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിച്ച വിശ്വാസം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഏകനാണ്, അവനെ ആശ്രയിക്കാതെ ഇവിടെ ഒന്നുമില്ല. അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നവനല്ല. അവൻ എന്തുകൊണ്ടും ഏകനാണ്. ഇവിടെ മറ്റാർക്കും ഏകനെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. മുഴുവനും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരും പലതിനെയും ആശ്രയിക്കുന്നവരുമാണ്. ആശ്രയിക്കപ്പെടുന്നതെല്ലാം അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. ലം യലിദ്, അള്ളാഹു ഒരിക്കലും ഒരു ജന്മം കൊണ്ടവൻ അല്ല. അവൻ ജനിപ്പിക്കുന്ന സന്താനമുണ്ടാക്കുന്നവനും അല്ല. ഉൽപ്പാദിപ്പിക്കപ്പെട്ടവനോ സന്താനോൽപാദനം നടത്തുന്നവനോ അല്ല. ഇസ്ലാമിൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ഒരിക്കലും മനുഷ്യനായോ അല്ലാതെയോ ദൈവം ജനിക്കുകയില്ല. അതേപോലെ ലോകസട്ടാവായ ദൈവം അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ്റെ ഒരു വിശേഷണവും മറ്റാർക്കും ആ അർത്ഥത്തിൽ ഉണ്ടാവുകയില്ല. നമ്മൾ സാധാരണയായി ഞാൻ കേൾക്കുന്നു എന്ന് പറയാറുണ്ട്, അതേപോലെ ഞാൻ കാണുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കേൾവി പോലെയല്ല. അവൻ്റെ കേൾവിയും കാഴ്ചയും സ്വന്തമായുള്ളതാണ്. നമ്മുടേതെല്ലാം അവനിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമാണ്. അറിവും അങ്ങനെ തന്നെയാണ്, കഴിവും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്നതല്ലാതെ ആർക്കും ഒന്നുമില്ല. ആ അള്ളാഹു നമ്മൾ കസേരയിൽ ഇരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ രാജാക്കന്മാർ സിംഹാസനത്തിലിരിക്കുന്നത് പോലെ അങ്ങനെ ഇരിക്കുന്ന സൃഷ്ടികൾക്ക് തുല്യനായ ഒരു വ്യക്തിയല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൃഷ്ടികൾക്ക് കേൾക്കാൻ കാത് വേണം, കാണാൻ കണ്ണ് വേണം, പിടിക്കാൻ കൈ വേണം, അങ്ങനെ പലതും വേണം. അള്ളാഹു അത്തരം അവയവങ്ങളൊന്നും തന്നെ ആവശ്യമുള്ളവനോ അവയവങ്ങളുള്ളവനോ ആണെന്ന് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ അള്ളാഹു പൂർണ്ണമായും സർവ്വസൃഷ്ടികളിൽ നിന്നും അതുല്യനാണ്. ആ വിശ്വാസം ക്ലിയറായി മനുഷ്യനുണ്ടാകണം. അതിൻ്റെ പുറമെ വൽ യൗമിൽ ആഖിർ, പാരത്രിക ലോകത്തെ സംബന്ധിച്ച് വിശ്വാസമുള്ളവനാകണം. ഇവിടെ ഏത് അഴിമതിയും ഏത് അക്രമവും ഏത് അനീതിയും നടത്തിയവന് എത്രയും ഉന്നതമായ സ്ഥാനങ്ങളിൽ വിഹരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം. ഏത് നിയമങ്ങളെയും മറികടക്കാൻ വഴിയുണ്ടായേക്കാം. പക്ഷേ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മനുഷ്യൻ്റെ തെറ്റുകളെ അവനവൻ്റെ അവയവങ്ങൾ തന്നെ ഏറ്റുപറയുന്ന, സാക്ഷി നിൽക്കുന്ന സന്ദർഭം വരാനുണ്ട്. അതേ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി ലോകത്ത് നടന്ന വിവരങ്ങൾ ഭൂമി തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അതുകൊണ്ട് തന്നെ പാരത്രിക ലോകത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മനുഷ്യന് ഒരിക്കലും ഒരു കളവും ഒരു അനീതിയും ഒരു അഴിമതിയും ഒരക്രമവും ഒന്നും പരസ്യമായോ രഹസ്യമായോ ചെയ്യാൻ സാധിക്കില്ല. പാരത്രിക ലോകത്തിൽ വിശ്വസിക്കുന്നവൻ ചെയ്യുന്ന പുണ്യം. വൽ മലായിക, ഇവിടെ അല്ലാഹുവിന് ഒരുപാട് സൈന്യങ്ങളുണ്ട്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ് വകാനല്ലാഹു അലീമൻ ഹകീമാ. ആകാശങ്ങളിലും ഭൂമികളിലും അല്ലാഹുവിൻ്റെ സൈന്യങ്ങളുണ്ട്. ആ സൈന്യങ്ങൾ പ്രവർത്തന നിരതമാണ്. അതിൽ വളരെ മുൻപന്തിയിലുള്ളവരാണ് മലക്കുകൾ. അതേ പരിശുദ്ധ ഖുർആൻ തന്നെ ആ വിഷയം പല സ്ഥലത്തും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ മലക്കുകൾ അവരുടെ യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്, അല്ലാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം
ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. കാവലിന് മലക്കുകൾ ഉണ്ട്. അവർ നമ്മുടെ 4 ഭാഗത്തും വർക്ക് ചെയ്യുന്നുണ്ട്. മലക്കുകളെ സംബന്ധിച്ചുള്ള വിശ്വാസം വേണം. അതുപോലെ ആ മലക്കുകളിൽ പലർക്കും പല ഡ്യൂട്ടിയുണ്ട്. ആ മലക്കുകളെ സംബന്ധിച്ച് ശരിയായ വിശ്വാസം വേണം. വൽ കിതാബ്, പടച്ച റബ്ബിൻ്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, അത് ഈ വേദിയിൽ തന്നെ പലപ്പോഴും നമ്മൾ കേട്ടതാണ്. സർവ മനുഷ്യരെയും മനുഷ്യരായി കണ്ടുകൊണ്ട് നിങ്ങൾ പരസ്പരം കലഹിക്കേണ്ടവരല്ല എന്ന് പഠിപ്പിക്കുന്ന ആ പരിശുദ്ധമായ ഖുർആൻ, അതിൽ ധാരാളം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. നിങ്ങളൊരിക്കലും മദ്യപാനിയായിക്കൂടാ, നിങ്ങൾ ചൂതാട്ടക്കാരായിക്കൂടാ, നിങ്ങൾ എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ചുകൂടാ. നിങ്ങൾ സ്വന്തം മാതാപിതാക്കളോട് അങ്ങേയറ്റം ആദരവ് കാണിക്കണം, കുടുംബത്തോട് നല്ല ബന്ധം കാണിക്കണം, പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യരുത്, പാവപ്പെട്ടവർക്ക് കഴിയുന്ന സഹായം ചെയ്യണം. അങ്ങനെ ഏത് ദൗർബല്യങ്ങളുള്ളവരുണ്ടോ അവരുടെ എല്ലാം കൈപിടിക്കണം. പരിശുദ്ധ ഖുർആൻ അങ്ങനെ എത്രയെത്ര ഉപദേശങ്ങളാണ് നൽകിയത്. ഒരിക്കലും തന്നെ അന്യപെണ്ണിനെ നോക്കി രസിക്കുന്നവനോ അല്ലെങ്കിൽ അന്യപെണ്ണിനെ സ്പർശിക്കുന്നവനോ അന്യപെണ്ണുമായി ബന്ധമുള്ളവനോ ആകാൻ പാടില്ല. അതേപോലെ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുൽ ജാഹിലിയ്യത്തിൽ ഊലാ, നേരത്തെ ജാഹിലിയ കാലത്തുള്ളതുപോലെ സ്ത്രീകൾ അവരുടെ ഭംഗി പ്രകടിപ്പിച്ച് പുരുഷന്മാർക്കിടയിൽ ആടാനും പാടാനും ഉള്ളവരല്ല. അവർ അവരുടെ അച്ചടക്കം ശരിക്കും പൂർണ്ണമായി സൂക്ഷിക്കണം. ഇങ്ങനെ ഖുർആൻ പറഞ്ഞ ആശയങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഖുർആൻ സ്വീകരിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാകണം. വന്നബിയീൻ, അമ്പിയാക്കളെ അംഗീകരിക്കുന്നവരാകണം. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവിടുത്തെ അനുയായികൾ വെള്ളത്തിന് തേടിയതായി ഖുർആൻ പറയുന്നു. അതേ, അങ്ങനെ വെള്ളത്തിന് തേടിയപ്പോൾ ഇദസ്തസ്ഖാഹു ഖൗമുഹു വൗഹൈനാ ഇലാ മൂസ, മൂസാ നബിക്ക് നമ്മൾ വഹി അറിയിച്ചു. ഇദസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളം തേടി. അള്ളാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്ന ആശയം ഖുർആൻ അല്ല. അമ്പിയാക്കൾക്ക് അള്ളാഹു തആല നൽകുന്ന മുഅ്ജിസത്ത് മുഖേന സഹായിക്കുമെന്ന നിലക്ക് അമ്പിയാക്കളോട് തേടലുണ്ട്, ഔലിയാക്കളോട് തേടലുണ്ട്. അവർക്ക് കറാമത്ത് മുഖേന പലതിനും കഴിയുമെന്ന നിലക്ക് തേടാറുണ്ട്. അത് തന്നെയാണ് ഖുർആൻ ഇദസ്തസ്ഖാഹു ഖൗമുഹു, അങ്ങനെ തേടിയപ്പോൾ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരില്ലേ, അഹ്ലുസുന്നത്തി വൽ ജമാഅ ഐക്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ്. ഒരിക്കലും മുഖ്യധാരാ മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയിട്ട് ഒരൈക്യമുണ്ടാക്കാമെന്നാരും കരുതരുത്. മറിച്ച് ഇസ്ലാമിൻ്റെ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഐക്യം സ്ഥാപിക്കേണ്ടത്. അതേ, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് വെള്ളത്തിന് തേടിയപ്പോൾ ലോകസൃഷ്ടാവായ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ കലിമത്ത് ലോകത്ത് അമ്പിയാക്കളെ മുഴുവനും പറഞ്ഞേച്ച് പഠിപ്പിച്ച റബ്ബ് അപ്പോൾ പഠിപ്പിക്കുന്നത് എന്താണ്? അനിളിബി അസാക്കൽ ഹജർ, നിങ്ങളെ കയ്യിലെ വടി കൊണ്ട് കല്ലിനൊരടി കൊടുക്കൂ മൂസാ നബി. സാധാരണ നിലക്ക് കല്ലിനടിച്ചാൽ വെള്ളം കിട്ടുകയില്ല, പക്ഷേ ഇത് മുഅ്ജിസത്താണ്. അസാധാരണ മാർഗത്തിലൂടെ വെള്ളം കൊടുക്കൂ മൂസാ നബിയെ എന്നല്ലേ അല്ലാഹു തആല കൽപ്പിച്ചത്. അതനുസരിച്ച് ഫംബജസത് മിൻഹു 12 ഐന, 12 അരുവികൾ പൊട്ടി ഒഴുകുന്നു. ആ കല്ലിൽ നിന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനങ്ങൾ കുടിക്കുന്നു. സുഹൃത്തുക്കളെ, അപ്പോൾ ഖുർആൻ വിശ്വസിക്കണം, കിതാബ് വിശ്വസിക്കണം. കിതാബിൽ മഹാന്മാരായ അമ്പിയാക്കളോട് തേടാമെന്നാണുള്ളത്, തേടിയെന്നാണുള്ളത്, അള്ളാഹു സഹായിച്ചു എന്നാണുള്ളത്. ഞാനൊരു ചെറിയ സാമ്പിൾ പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ കിതാബ് വിശ്വസിക്കണം. വന്നബിയീൻ, നബിമാരിൽ വിശ്വസിക്കണം. നബിമാർ ഇവിടെ പഠിപ്പിച്ച ആശയങ്ങൾ അതീ ഫബിഹുദാഹു മുഖ്തദി, അവരുടെ സന്മാർഗത്തെ പിന്തുടർന്ന് ജീവിക്കണം. ഇത് മാത്രം പോരാ, സാമ്പത്തിക രംഗത്ത് കടപ്പാടുണ്ട്. വാത്തൽ മാല അലാ ഹുബ്ബിഹി, അധ്വാനിച്ചുണ്ടാക്കിയ ധനം അത് കൊടുക്കണം. ആർക്ക്? ദവിൽ ഖുർബ, കുടുംബങ്ങളെ മറന്നു പോകാൻ പാടില്ല, അടുത്ത ബന്ധുക്കളെ മറന്നു പോകാൻ പാടില്ല. ചിലപ്പോൾ കുടുംബത്തിലുള്ളവർക്ക് നൽകിയാൽ അത് പത്രത്തിൽ വരൂല, അത് സ്റ്റേജിൽ വിളിച്ച് പറയൂല, പക്ഷേ കുടുംബങ്ങളെ മറക്കാൻ പാടില്ല. ഇതുപോലെ അയൽവാസികളെ മറക്കാൻ പാടില്ല, അടുത്തുള്ളവർക്ക് കൊടുക്കണം.
വൽയതാമ, യതീമുകൾ സംരക്ഷിക്കപ്പെടാൻ ബാപ്പമാരില്ലാത്തവരാണ്, അങ്ങനെയുള്ള യതീമുകൾക്ക് നൽകണം. വൽ മസാക്കീൻ, എല്ലാവർക്കും പടച്ചവൻ കൊടുത്തില്ല. ഇതൊരു പരീക്ഷണത്തിൻ്റെ ലോകമാണ്. ചിലർക്ക് സാമ്പത്തികമായ ഭദ്രത കൊടുത്തു, ചിലർക്ക് സാമ്പത്തികമായ വിഷമം കൊടുത്തു. റബ്ബ് പരീക്ഷിക്കുകയാണ്, ഇവന് കൊടുത്തതിൽ നിന്ന് പാവപ്പെട്ടവന് അവൻ നൽകുന്നുണ്ടോ ഇല്ലേ. അവിടെ മിസ്കീന്മാർക്ക് കൊടുക്കുന്നവനാകണം. അതേപോലെ ഒബിന സബീൽ, യാത്രക്കാരെ പരിഗണിക്കുകയും അവർക്ക് ആവശ്യമുള്ളത് നൽകുകയും ചെയ്യുന്നവനാകണം. വസായിലീൻ, ചിലപ്പോൾ യാചിച്ചു വരുന്നവരുണ്ടാകാം, അവർക്കും നൽകണം. വഫിർ റിഖാബ്, ജനങ്ങളെ മോചിപ്പിക്കാൻ ആവശ്യമായ സാമ്പത്തികമായ സ്രോതസ്സുകൾ അതിനു വേണ്ടി ചെലവഴിക്കണം. പോരാ, അങ്ങനെ സാമ്പത്തിക രംഗത്ത് ക്ലിയറാകണം, അതേപോലെ കുടുംബം നോക്കണം, അതുപോലെ വിശ്വാസം ക്ലിയറായിരിക്കണം. കൃത്യമായി നിസ്കാരം ഉറക്കെ നിർവഹിക്കണം. അതേ, നേരത്തെ പറഞ്ഞതുപോലെ വെറും സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് ധർമ്മം കൊടുത്താൽ പോരാ, നിർബന്ധദാനം വേറെ തന്നെ കൊടുക്കണം. കരാറ് പാലിക്കുന്നവരാകണം. കരാറ് ആരോടും പാലിക്കണം. അത് മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല. അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറുവശത്തുള്ളതൊരു അമുസ്ലിമായിരുന്നു. അദ്ദേഹത്തോട് നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ പറഞ്ഞു, ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി യുദ്ധം നിർത്തിവെച്ചുകൂടെ. അന്നത്തെ യുദ്ധം ഇന്നത്തെ പോലെയുള്ള മിസൈലല്ലല്ലോ, വാളും പരിചയമെടുത്തുള്ള യുദ്ധമാണ്. അതേ ആയിക്കോട്ടെ, കുറഞ്ഞ സമയം നമുക്ക് നിർത്തിവെക്കാം. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. തിരിച്ചു വന്നപ്പോൾ യുദ്ധം വീണ്ടും തുടങ്ങി. അല്പം കഴിയുമ്പോൾ ആ അമുസ്ലിം സഹോദരൻ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയുടെ സമയമായി, നമ്മൾ അല്പസമയം നിർത്തിവെക്കുകയല്ലേ. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ വിഗ്രഹത്തിന് സാഷ്ടാംഗം ചെയ്യുകയാണ്. അത് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു തീരെ ഇഷ്ടപ്പെട്ടില്ല, തൻ്റെ വിശ്വാസത്തിനെതിരാണ്. അപ്പോൾ തോന്നി, ഇദ്ദേഹം തലകുത്തിയ സമയത്ത് തലയങ്ങ് വെട്ടിക്കളഞ്ഞാൽ എന്താണ്. വാളുമെടുത്ത് സമീപത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് കേൾക്കുന്ന ശബ്ദം, ഔഫൂ ബില്ലഹദ് ഇന്നൽ ലഹദ കാന മസ്ഊലാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖുർആനിലെ സൂക്തം കേൾക്കുകയാണ്. അതേ, കരാറ് പാലിക്കണം. കരാറിനെ കുറിച്ച് അള്ളാഹുവിൽ ചോദ്യം ചെയ്യപ്പെടും. അദ്ദേഹം ഏത് വിശ്വാസിയാണെങ്കിലും, അദ്ദേഹം വിഗ്രഹാരാധകനാണെങ്കിലും കരാറ് നടത്തിയാൽ അത് പാലിക്കണം. ഔഫൂ ബില്ലഹദ് ഇന്നൽ ലഹദ കാന മസ്ഊലാ. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുപോയി. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ അറിവാണ്, ഖുർആനാണ്. മാനവർ കരഞ്ഞുപോയി. ആ സാഷ്ടാംഗം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന അമുസ്ലിം സഹോദരൻ അത് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളെന്തിന് എൻ്റെ സമീപത്ത് വെച്ച് കരയണം? കാര്യം മുഴുവനും വിവരിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഇതെന്തൊരു പ്രസ്ഥാനമാണ്, ഇതെന്തൊരു ഖുർആനാണ്, ഈ ലോകത്തിൻ്റെ സട്ടാവായ ദൈവം എന്തൊരു ദൈവമാണ്. ഞാൻ ഒരിക്കലും ആ ദൈവത്തിന് സാഷ്ടാംഗം ചെയ്യാറില്ല. എന്നിട്ടും ഈ അബ്ദുല്ലാഹിൽ മുബാറക് എന്നോട് കരാറ് പാലിക്കാതെ ഞാൻ സാഷ്ടാംഗം ചെയ്യുന്ന വിഗ്രഹത്തിന് സാഷ്ടാംഗം ചെയ്യുമ്പോൾ തലവെട്ടാൻ ചിന്തിച്ചപ്പോൾ പടച്ചവൻ അത് വിളിച്ച് ഓർമ്മിപ്പിച്ചില്ലേ? പടച്ചവൻ്റെ ആളായ ഈ അബ്ദുല്ലാഹിൽ മുബാറക്കിന് ഞാനിനി ആ പടച്ചവനെയാണ് ആരാധിക്കുന്നതെന്ന് അദ്ദേഹം തീരുമാനമെടുക്കുകയാണ്. ഖുർആനിൻ്റെ ആശയങ്ങൾ അതാണ്. വൽ മൂഫൂന ബിഅഹ്ദിഹിം, മുസ്ലിം വ്യത്യാസമില്ലാതെ കരാറ് പാലിക്കുന്നവരാകണം. ഇദാ അഹദു, കരാറ് നടത്തിയാൽ. വസാബിരീന ഫിൽ ബസാഇ വല്ലറാ, ഏത് സമയത്തും ക്ഷമിക്കുന്നവരാകണം. SYSന്റെ സമ്മേളനം അൽഹംദുലില്ലാ, അതിൻ്റെ മാനവ സഞ്ചാരം അൽഹംദുലില്ലാ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെയേറെ ഗംഭീരമായി വിജയിച്ച സന്തോഷത്തിലാണ് നാം. പക്ഷേ ഒരു സമയം നമുക്ക് വലിയ പരീക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് വളരെ ക്ഷമിച്ചു നിന്ന് പ്രവർത്തിച്ചവരാണ് നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ. എന്തെല്ലാം പഴി കേട്ടിരുന്നു, എന്തെല്ലാം വിലക്കുകൾ ഉണ്ടായിരുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഖുർആൻ നമ്മോട് നിർദ്ദേശിച്ച നിർദ്ദേശമാണ്, വസ്സാബിരീന ഫിൽ ബസാഇ വല്ലറാ. പുണ്യം ചെയ്യുന്നത് ശരിയായ പുണ്യമാകണമെങ്കിൽ ഏത് പ്രയാസത്തിലും ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നവരാകണം. അതിൽ ചിലപ്പോൾ ക്ഷമിക്കേണ്ടത് രോഗത്തിൻ്റെ പേരിലാകാം, ചിലപ്പോൾ ഞെരുക്കത്തിൻ്റെ പേരിലാകാം, ചിലപ്പോൾ എതിർപ്പിൻ്റെ പേരിലാകാം, ചിലപ്പോൾ ശത്രുതയുടെ പേരിലാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കലിൻ്റെ പേരിലാകാം. എന്താണെങ്കിലും വസ്സാബിരീന ഫിൽ ബസാഇ വല്ലറാ, നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ നല്ല
നല്ല ക്ഷമ ഉൾക്കൊള്ളുന്നവരാകണം. വഹീനൽ ബഅസ്, എതിരാളികളുമായി നമ്മൾ ധർമ്മസമരം നടത്തുമ്പോൾ, അതേ അവരുമായി നമ്മൾ ആശയപരമായ ഏറ്റുമുട്ടൽ നടത്തുമ്പോൾ അവിടെയെല്ലാം ക്ഷമ വേണം. ഉലൈകല്ലദീന സദഖൂ, അവരാണ് സത്യം പറഞ്ഞവർ. നേരത്തെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസ്ഹരി അവർ ഓതിയില്ലേ, വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെയാകണം. ആ യഥാർത്ഥത്തിൽ സത്യം പറയുന്നവർ ഈ വിശേഷണങ്ങളുള്ളവരാണ്. വൗലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് യഥാർത്ഥത്തിൽ ഭക്തിയുള്ളവർ, അവരാണ് തഖ്വയുള്ളവർ. ഖുർആൻ സ്വർഗം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് സ്വർഗം? ഉഇദ്ദത്തിൽ മുത്തഖീൻ. സ്വർഗം ആർക്ക് കൊടുക്കൂന്നാ പറഞ്ഞത്? ഇന്ന മെമ്പർഷിപ്പ് ഉള്ളവന് എന്നല്ല, ഇന്ന സംഘടനയിലുള്ളവന് എന്നല്ല, ഇന്ന പാർട്ടിക്കാരന് എന്നല്ല. ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സ്വർഗം തയ്യാർ. അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ പടച്ചവന്റെ കൽപ്പനകളൊക്കെ ശരിക്കും ജീവിതത്തിൽ പകർത്തി സ്വന്തം ഭാര്യമാർക്ക് നന്മ ചെയ്യുന്നവർ, കുടുംബത്തിന് നന്മ ചെയ്യുന്നവർ, മാതാപിതാക്കളെ പരിഗണിക്കുന്നവർ, പ്രായമുള്ളവരെ ആദരിക്കുന്നവർ, കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നവർ, പോരാ വലിയ വിട്ടുവീഴ്ച മനസ്ഥിതിയുള്ളവർ. നമുക്ക് അവകാശപ്പെട്ടതാണെങ്കിലും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അതുപോലെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എവിടെയും വിട്ടുവീഴ്ചയുടെ മനസ്സുണ്ടാകണം. ഖുർആൻ പറഞ്ഞില്ലേ, വൽ ആഫീന അനിന്നാസ്, ശേഷം അതാണ് ഉഇദ്ദത്തിൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം വരുമ്പോൾ സന്തോഷമാണ്. അതേ വീട്ടിൽ മകൻ്റെ കല്യാണം നടക്കുമ്പോൾ സന്തോഷമാണ്. സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ. അതേ വല്ലറാഇ, പ്രയാസമുള്ളപ്പോഴും കഴിവനുസരിച്ച്, അതേ കച്ചവടത്തിൽ അല്പം പൊളിവാണ്, പ്രയാസമാണ്, എന്നാലും കഴിവനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ ബാപ്പ മരിച്ച സമയമാണ്, ബാപ്പയുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഉമ്മയുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. സഹാബത്ത് 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുത്തിരുന്നു. ആ സഹാബത്തിനെ പിന്തുടർന്ന് ചെലവഴിക്കേണ്ട സ്ഥലത്ത് ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ അതേ വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവർ. പിന്നെ ഖുർആൻ പറയാണ്, വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ. ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത തീവ്രമായ മനസ്സുണ്ടാകാൻ പാടില്ല. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നവർ. ഇതെല്ലാം നമ്മുടെ ജീവിത ഗുണമായി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. കർമ്മങ്ങളിൽ നന്മ വേണം, അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസം ക്ലിയറായിരിക്കണം, അതോടുകൂടെ തന്നെ പെരുമാറ്റം നന്നാകണം. എല്ലാവരോടും നല്ല സ്വഭാവം, പുഞ്ചിരിക്കുന്ന സ്വഭാവം. സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഒരു ധർമ്മമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ സർവരംഗവും സംശുദ്ധമാക്കി ജീവിക്കുക, അതാണല്ലോ ഖദ് അഫ്ലഹ മൻ സക്കാഹാ. അത് ആത്മാവിനെ ശുദ്ധീകരിച്ചവർ, ജീവിതം ശുദ്ധീകരിച്ചവർ നിശ്ചയമായും വിജയം കൈവരിച്ചു പോയി. ഇവിടെയുള്ള പരീക്ഷണങ്ങളെല്ലാം താൽക്കാലികമാണ്. പാരത്രിക ലോകത്ത് നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ അത് ഒരു ദിവസത്തേക്കല്ല, 100 കൊല്ലത്തേക്കല്ല, 100 കോടി വർഷത്തേക്കല്ല. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ജീവിതമെന്നോ മരണമെന്നോ പറയാൻ പറ്റാത്തൊരവസ്ഥാവിശേഷം. അത് എത്ര കോടി വർഷം കഴിഞ്ഞാലും തീരാത്ത കാലമാണ്. ആ ലോകത്ത് നഷ്ടം വരുവാൻ കാരണമാകുന്ന ചിന്തകളോ പ്രവർത്തനങ്ങളോ ആചാരങ്ങളോ സ്വഭാവങ്ങളോ ഒരിക്കലും നമ്മെ സ്വാധീനിക്കാൻ പാടില്ല. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബത في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. ശരിയായ വിശ്വാസിനികൾക്ക് പടച്ച റബ്ബ് വാഗ്ദത്തം ചെയ്യുന്ന പ്രതിഫലം നൽകുന്ന സ്വർഗം. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നു, കാലകാലം അവരവിടെ താമസിക്കുന്നു, നല്ല താമസ സൗകര്യങ്ങൾ അവിടെ ലഭിക്കുന്നു. നമ്മളിവിടെ ഏത് കൊട്ടാരമുണ്ടാക്കിയാലും ഒരു ദിവസം ഇറങ്ങിപ്പോകണം. എത്ര വലിയ വാഹനത്തിൽ യാത്ര ചെയ്താലും ഒരു ദിവസം നമ്മൾ സ്ട്രെച്ചറിലോ മയ്യത്ത് കട്ടിലോ കയറണം. അതേ സമയത്ത് എന്നും താമസിക്കാനുള്ള വീട് വറുദ്വാനും മിനല്ലാഹി അക്ബർ, നമ്മെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബിൽ
റബ്ബിൻ്റെ തൃപ്തി ഏറ്റവും വലുത് അതാണല്ലോ, പടച്ച റബ്ബിൻ്റെ തൃപ്തി. അൽഹംദുലില്ലാ. മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ നമ്മുടെ സമ്മേളനത്തിലേക്ക് വരുന്നു. അർഹമുർ റഹീമീനായ റബ്ബ് അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ തണലിൽ ഒരുപാട് കാലം പ്രവർത്തിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അത് പ്രസംഗിക്കാനാണ് പറയുന്നത്. അപ്പം എല്ലാവരും ഇങ്ങോട്ട് നോക്കാം. നാം അള്ളാഹുവിൻ്റെ തൃപ്തി, അതിനപ്പുറം മറ്റൊന്നിനും വില കൽപ്പിക്കാൻ പാടില്ല. വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർളൂഹ്. ആര് തൃപ്തിപ്പെട്ടാലും തൃപ്തിപ്പെട്ടില്ലെങ്കിലും അള്ളാഹുവും അവൻ്റെ റസൂലും തൃപ്തിപ്പെട്ടതാണോ, ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏത് രംഗത്തും നമ്മൾ ചിന്തിക്കുന്ന വിഷയം. വരിദ്വാനും മിനല്ലാഹി അക്ബർ. അള്ളാഹുവിൻ്റെ ഒരു ചെറിയ തൃപ്തി കിട്ടിയാൽ തന്നെ അത് വളരെ വലുതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി അല്ലയോ. നമുക്ക് കിഡ്നി തന്നവനാരാണ്? നമുക്ക് ഹാർട്ട് തന്നവനാരാണ്? നമുക്ക് ബ്രെയിൻ തന്നവനാരാണ്? നമുക്ക് കരൾ തന്നവനാരാണ്? നമുക്ക് ശ്വാസകോശം തന്നവനാരാണ്? നമുക്ക് ഈ വില പറയാൻ പറ്റാത്ത ഉപകരണങ്ങൾ മുഴുവനും ശരീരത്തിൽ തന്നവനാരാണ്? കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും പിടിക്കുന്ന കൈയും കാലും ഒക്കെ തന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ തൃപ്തി ലക്ഷ്യം വെക്കണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഉസ്താദ് അവറുകൾ എത്തുന്നവരെ പ്രസംഗിക്കണം എന്നാണ് നിർദ്ദേശം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇനി നീട്ടുന്നില്ല. ഒറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. കുറേ സമ്പത്ത് അല്ലേ, നല്ല ആരോഗ്യം, അതുണ്ടായാൽ ഫലവത്താകണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇരുന്നോളൂ. ഖുർആനിൽ അല്ലാഹു തആല കപടവിശ്വാസികളെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞു. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാത്തവരല്ല, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാത്തവരല്ല, പള്ളിയിൽ തീരെ വരാത്തവരല്ല. പക്ഷേ അവരെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബ് പറഞ്ഞു, അവർ വയഹ്ലിഫൂന ബില്ലാഹി ഇന്നഹും ലമിൻകും. അവർ സത്യം ചെയ്ത് പറയും നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതാണ്. വമാഹും മിൻകും, അവർ നിങ്ങളിൽപ്പെട്ടവരല്ല. വലാകിന്നഹും ഖൗമുൻ യഫറഖൂൻ, അത് വേറൊരു ടീമാണ്. എന്താണ് അവരുടെ പ്രശ്നം? ഖുർആൻ പറഞ്ഞു, ഞാൻ മിനിഞ്ഞാന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അത് അവർ അംഗീകരിക്കൂല. നൂമിനു കമാ ആമന സുഫഹാ, അവർ ഭോഷന്മാർ വിഡ്ഢികൾ വിശ്വസിച്ച പോലെ വിശ്വസിക്കാനോ എന്ന് ചോദിക്കും അവർ. ആ മുനാഫിക്കുകളെ സംബന്ധിച്ച് ഖുർആൻ പ്രത്യേകമായി പറഞ്ഞു, ഫലാ തുഅ്ജിബുക അംവാലുഹും, അവരുടെ സമ്പത്തുകൾ കണ്ട് നിങ്ങൾ പെട്ടുപോകണ്ട. വലാ ഔലാദുഹും, അവരുടെ സന്താനങ്ങളെ കണ്ടും നിങ്ങൾ പെട്ടുപോകണ്ട. കുറേ സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം?
ഇന്നമാ യുരീദുല്ലാഹു ലിയുഅദ്ദിബഹും ബിഹാ ഫിൽ ഹയാത്തിദ് ദുനിയ വതസ്ഹഖ അൻഫുസുഹും വഹും കാഫിറൂൻ. അവർ ഈ ദുനിയാവും അതിൻ്റെ പൂജകരായി ദുനിയാവിൽ ലയിച്ച് അതിനു വേണ്ടി അധ്വാനിച്ച് അങ്ങനെ പടച്ചവൻ അവരെ അദാബാക്കുകയാണ് ചെയ്യുന്നത്. ഈ ദുനിയാവ് ആഖിറത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയണം, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയണം. ഈ ഭൗതികമായ സമ്പത്തും ഭൗതികമായ അറിവും ഭൗതികമായ ശേഷിയും ഭൗതികമായ സ്വാധീനവും എല്ലാം അത് അവനവൻ്റെ പാരത്രിക ലോകത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നവനാണ് മുഅ്മിൻ. അതേ സമയത്ത് ആ ഒരു ചിന്തയില്ലാതെ കുറേ സമ്പത്ത് കണ്ടിട്ട് കുറേ പണമുണ്ടല്ലോ എന്ന് കണ്ട് നിങ്ങളാരും പെട്ടുപോകണ്ട. അതേപോലെ നിങ്ങളവരുടെ ശാരീരികമായ മേനി കണ്ട് പെട്ടുപോകണ്ട. ഫലാ തുജിബ്ക അംവാലുഹും വലാ ഔലാദുഹും. ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ, അതേ അവർ സംസാരിക്കുന്നുവെങ്കിൽ യഖൂലൂ തസ്മഅ ലിഖൗലിഹിം, അവരെ സംസാരം കേട്ടാൽ അതേ നിങ്ങൾ കേട്ടിരുന്നു പോകും. അങ്ങനെയൊക്കെ സംസാരിക്കുന്നവരുണ്ടാകും. പക്ഷേ ഈമാനില്ലാത്തവരാണെങ്കിൽ അതിനൊന്നും ഒരു വിലയും ഇല്ല. ഖുർആനിൻ്റെ അധ്യാപനം അങ്ങനെയാണ്. അതുകൊണ്ട് അല്ലദീന ആമനു, ശരിയായ വിശ്വാസമുള്ളവർ, വഹാജറു, അതേ അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻ, അല്ലാഹ് വിരോധിച്ചതൊക്കെ കൈയൊഴിക്കുന്നവർ, വജാഹദു ഫീ സബീലില്ലാഹി, അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അധ്വാനിക്കുന്നവർ, ബി അംവാലിഹിം, അവരെ സമ്പത്ത് കൊണ്ട് അധ്വാനിക്കണം, വ അൻഫുസിഹിം, ശരീരം കൊണ്ട് അധ്വാനിക്കണം, അഅ്ലമു ദറജതൻ ഇൻദല്ലാഹ്, അവരാണ് പടച്ചവന്റെ അടുക്കൽ ഉന്നതമായ പദവിയുള്ളവർ, വ ഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയികൾ. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഞങ്ങളുടെ പ്രിയങ്കരരായ ബഹുമാന്യരായ ആലിമീങ്ങളെ, അവരുടെ പിന്നിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന അതേ മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSFൻ്റെയും എല്ലാം പ്രവർത്തകരെ, സുന്നി ജമിയത്തുൽ മുഅല്ലിമിൻ്റെ പ്രവർത്തകരെ, SMA പ്രവർത്തകരെ, അതുപോലെ ICFൻ്റെയും RSCയുടെയും KCFൻ്റെയും ഒക്കെ പ്രവർത്തകന്മാരെ എല്ലാവരെയും നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഇപ്പോൾ ഒരുപാട് യുവാക്കളും പണ്ഡിതന്മാരും എല്ലാമുള്ളൊരു വേദി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എല്ലാ വിഷയത്തിലും നേതൃത്വം നൽകുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ദഅവാ കോളേജിലേക്കും ഒറ്റ പ്രവേശന പരീക്ഷ അഥവാ ഏകജാല പ്രവേശനം നമ്മൾ നേരത്തെ സമസ്ത തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കാൻ പോകുന്നു. ഇനി നമ്മുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ SSLC കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ അവർ ഓരോ സ്ഥാപനത്തിലും കയറി ഇറങ്ങേണ്ട ആവശ്യം ഇനി വരില്ല. മറിച്ച് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു, അതിൽ കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രശ്നമാക്കേണ്ടതില്ല. പ്രസ്ഥാനത്തിന് മൊത്തമായി ജാമിയത്തുൽ ഹിന്ദിന് കീഴിൽ ഒരു പരീക്ഷ നടക്കുന്നു. അതേ സമയത്ത് ഓരോരുത്തർക്കും ഓരോ താല്പര്യമുണ്ടാകാം. അവർക്ക് താല്പര്യപ്പെടുന്ന സ്ഥാപനം എന്താണോ അവർ അപേക്ഷാ ഫോമിൽ അത് കാണിക്കുന്നു. അവർക്ക് അവിടെ തന്നെ അവർക്ക് അഡ്മിഷൻ കൊടുക്കുകയും ചെയ്യുന്നു. ഇനി അഥവാ അവിടെ താങ്ങാൻ കഴിയാത്ത വിധത്തിൽ കുട്ടികളുള്ളതിനാൽ അതിൻ്റെ അധികൃതർക്ക് അതെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ രണ്ടാമത് അവരാവശ്യപ്പെട്ട സ്ഥാപനം ഏതാണോ അതിൽ അഡ്മിഷൻ കൊടുക്കുന്നു. അങ്ങനെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും താല്പര്യമനുസരിച്ച് അതിന് അഡ്മിഷൻ നൽകുന്നു. അതേസമയം ഒറ്റ ഒരു ഏകജാലകത്തിലൂടെ ഒറ്റ പരീക്ഷ, ഒരേ ഒരു ഇൻ്റർവ്യൂ, ഒരു പ്രയാസവും അനുഭവിക്കാതെ നമ്മുടെ കുട്ടികൾക്ക് ഭൗതികവും ആത്മീയവുമായ അറിവ് ഒരേ സമയത്ത് നടത്താനുള്ള സൗകര്യം. ഇനി അതിൻ്റെ പുറമേ മുഴുവൻ സ്ഥാപനങ്ങളിലേക്കും ഓൺലൈനായിട്ട് അപേക്ഷിക്കാനും അതുപോലെ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യാനുമുള്ള സംവിധാനം, ഇതെല്ലാം ഉപയോഗപ്പെടുത്തി നമ്മുടെ കുട്ടികൾക്ക് നല്ല ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസം നൽകാൻ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തുന്ന ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും സഹകരിക്കണമെന്നും ഈ സമയത്തുണർത്തി നമ്മൾ ഫൈദാ ഫറഗ്ത ഫൻസബ് വൈലാ റബ്ബിക ഫർഗബ്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് കടക്കുക എന്നല്ലാതെ വിശ്രമിക്കൽ നമുക്കില്ല. അതുകൊണ്ട് SYSൻ്റെ സമ്മേളനം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നമുക്ക് ഫെബ്രുവരിയിൽ നമ്മുടെ മുസ്ലിം ജമാഅത്തിൻ്റെ
സമ്മേളന പ്രഖ്യാപനവും അതിൻ്റെ വാർഷിക പ്രഖ്യാപനവും ഒക്കെ നടക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക പരിപാടികളിലേക്ക് വേറെ കടക്കുന്നു. എല്ലാറ്റിലും സജീവമായി എല്ലാവരും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും ഉമറാക്കൾക്കും ഉലമാക്കൾക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും നമ്മുടെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിക്കുന്നവർക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ തൃശ്ശൂർ ജില്ലയിലുള്ള പ്രവർത്തകരും തൃശ്ശൂർ ജില്ലയിലുള്ള നമ്മുടെ സംഘടനാ കുടുംബവുമൊക്കെ വളരെയേറെ നന്നായി ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് നല്ല സന്തോഷങ്ങൾ അല്ലാഹു പിന്നിൽ കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.